നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവിച്ചിരിക്കെ തന്നെ ഇതിഹാസമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തെ ഇതിഹാസമാക്കിയത് നമ്മുടെ ചരിത്രമോ സംസ്കാരമോ സാഹിത്യമോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചുറ്റുപട്ടാളം എന്ന് വിളിക്കാവുന്ന ഒരു സർവീസ് സംഘടനയാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന അദ്ദേഹത്തിൻ്റെ തട്ടകത്തിലെ, അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സ്വന്തം പാർട്ടിയുടെ ഈ അടിമകളായി വർത്തിക്കുന്ന ഒരു യൂണിയൻ്റെ പണിയാണ്. ആ യൂണിയൻ കുറച്ചു കാലമായത്ര ഈ പണി തുടങ്ങിയിട്ട്. ആ യൂണിയൻ പറയുന്നത് പിണറായി വിജയൻ്റെ രണ്ടാം ഭരണം 4 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് ഞങ്ങളുടേതായൊരു സമ്മാനം സമർപ്പിക്കാൻ പോകുന്നു എന്നാണ്. ആ സമ്മാനം അത്തരത്തിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ മേൽ ഇത്തരം അലങ്കാരങ്ങൾ, സമ്മാനങ്ങൾ ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അത് അദ്ദേഹം ഈ വലിയ രോമാഞ്ചത്തോടെ ഏറ്റുവാങ്ങുകയും ചെയ്യും. അങ്ങനെ അത് ചിലപ്പോൾ തിരുവാതിരക്കളിയായി വരും, കാരണഭൂതനായിട്ട് വരും. ചിലപ്പോൾ അത് ഒരു പക്ഷേ കേരളത്തിൻ്റെ തെരുവുകളെ ആകെ മലീമസമാക്കുന്ന വാഴ്ത്ത് പ്രഭാഷണങ്ങളുടെ പരമ്പരയായിട്ട് വരും. ചിലപ്പോഴൊക്കെ അത് വെള്ളിത്തിരയിലും വരാം. അങ്ങനെ വന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. ആ ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അങ്ങനെ ഒന്ന് നിർമ്മിച്ച് തുടങ്ങുന്നു എന്നത് തുടക്കത്തിലെ വാർത്തയായിരുന്നു. ഇപ്പോൾ അത് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ മാധ്യമങ്ങളിലെ വാർത്ത ഇന്നലെ അത് റിലീസ് ചെയ്ത വാർത്തയാണ്. അത് റിലീസ് ചെയ്യാൻ വന്നത് ഇന്ത്യയുടെ മഹാനടൻ കമൽഹാസനാണ്. മലയാളത്തിന് പ്രിയപ്പെട്ട നടനാണ്. അദ്ദേഹം വന്നു, അത് റിലീസ് ചെയ്തു, പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. പക്ഷെ അദ്ദേഹം പോലും മനഃപൂർവ്വം പറയാതിരുന്നതാണെന്ന് തോന്നുന്നു. ഈ വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ ഇതിഹാസമാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ തൊഴിലാളിയാണ്, ഞാനും തൊഴിലാളിയാണ്, രണ്ടുപേരും ഞങ്ങൾ സഖാക്കളാണ്. അതുകൊണ്ട് എൻ്റെ ഒരു തൊഴിലാളി നേതാവ് എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ മാനിക്കുന്നത്. രാഷ്ട്രീയമായി എനിക്ക് അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു നേതാവ് എന്ന നിലയിൽ, തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ പിണറായി വിജയൻ്റെ ദീർഘായുസ് കേരളത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചു പോയത്. പക്ഷേ കമലഹാസൻ പറയാതെ വിട്ടൊരു വാക്ക്, ഈ ഡോക്യുമെൻ്ററിയുടെ തലക്കെട്ടായി തീർന്ന വാക്ക് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥമറിയാത്തവരാണോ ഇപ്പോൾ CPM-ൻ്റെ ബൗദ്ധിക മണ്ഡലത്തിൽ വിരാജിക്കുന്നത്? സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് അതൊന്നും ആലോചിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം മഹാരാജാവിന് സ്തുതി പാടാൻ അദ്ദേഹത്തിന് നല്ലത് എന്ന് തോന്നുന്ന, അദ്ദേഹത്തിന് സുഖകരമായി തോന്നുന്ന ഏതെങ്കിലും പദാവലികൾ പ്രയോഗിച്ചാൽ മതി. പക്ഷെ അങ്ങനെ മതിയോ? CPM എന്ന രാഷ്ട്രീയ പാർട്ടി ബൗദ്ധികമായി വലിയ പിൻബലമുള്ള പാർട്ടിയാണല്ലോ. അല്ലെങ്കിൽ ആശയത്തിൻ്റെ ബലത്തിൽ, ചിന്തയുടെ ബലത്തിൽ നിലനിന്ന് വന്നൊരു പാർട്ടിയാണല്ലോ, അങ്ങനെ വളർന്നു വന്നൊരു പാർട്ടിയാണല്ലോ. ആ പാർട്ടിക്ക് അങ്ങനെ മതിയോ എന്ന ചോദ്യം എനിക്ക് പലരോടും ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ആരോട് ചോദിക്കാനാണ്? പ്രധാനപ്പെട്ടൊരു ചോദ്യം, ലെജൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോഴും ഇതിഹാസം എന്ന് മലയാളത്തിൽ പറയുമ്പോഴും ആ വാക്കിനൊരു അർത്ഥമില്ലേ? എന്താണ് അർത്ഥം? ആ അർത്ഥം ഇപ്പോൾ ഈ മലയാളത്തിലെ അർത്ഥമെടുത്താൽ, നിഘണ്ടു അർത്ഥമെടുത്താൽ 4 വാക്കുകൾ ചേർന്ന 4 വാക്കുകൾ സുദീർഘമായ കഥകളിലൂടെ മനുഷ്യ മനസ്സിൽ സ്ഥാപിക്കുന്ന രചനകൾക്കാണ് ഇതിഹാസം എന്ന് പറയുക. അപ്പം 4 വാക്ക് ഏതാണ്? 4 വാക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 വാക്കുകളിൽ അധിഷ്ഠിതമായ രചനകൾ, അത്തരം കഥകൾക്കാണ് ഇതിഹാസം എന്ന് പറയുക. അത് നമുക്കറിയാം. ഇപ്പോൾ അതുണ്ടായത് ഇന്ത്യയിൽ ആദ്യത്തെ ഇതിഹാസങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന, ആദ്യമായി ഇതിഹാസങ്ങൾ എന്ന് വിളിക്കപ്പെട്ട നമ്മുടെ രാമായണവും മഹാഭാരതവും മുൻനിർത്തിയാണ് ഇത്തരം നിർവചനങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ആ നിർവചനത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നോക്കിയാൽ ഈ 4 വാക്കും പിണറായി വിജയൻ തമ്മിലുള്ള ബന്ധം എന്താണ്? ആദ്യത്തെ വാക്ക് ധർമ്മം, അത് നമുക്ക് മാറ്റി നിർത്താം. അത് കഴിച്ചാൽ അത് അർത്ഥം. തീർച്ചയായിട്ടും പിണറായി വിജയനും അർത്ഥവും ആർത്തിയും ഒക്കെ തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. കാമം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉപശാലകളിൽ പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുള്ള ആരോപണങ്ങളിൽ പെട്ടതാണ്. മോക്ഷം, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ അപ്പുറത്ത് ഈ ഇഹലോക ജീവിതത്തിന് ശേഷമുള്ള ഒരു മോക്ഷം, അല്ലെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ളൊരു മോക്ഷമൊന്നും അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ടാവില്ല. കാരണം അദ്ദേഹം ആശയവാദി അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, ആത്മീയവാദി അല്ല എന്ന് നമുക്ക് കരുതാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരും ദുഷ്പേരും ഒക്കെ ഉണ്ടാക്കുന്ന കുടുംബമായതുകൊണ്ട് കുടുംബം അദ്ദേഹത്തിന് വേണ്ടി പലപ്പോഴും ഈ പാർട്ടി കോൺഗ്രസ്സിന് അദ്ദേഹവും കുടുംബവും മധുരയ്ക്ക് പോയാൽ തിരിച്ചു പോരുമ്പോൾ വളരെ സ്വകാര്യമായി അദ്ദേഹത്തിൻ്റെ കുടുംബം പോയിട്ട് തഞ്ചാവൂരിലെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ശത്രു സംഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത് നമ്മുടെ വലിയ വാർത്തയാണ്. അതുകൊണ്ട് പിണറായി വിജയൻ തൽക്കാലം അത്തരത്തിലൊരു ഭൗതികവാദം വിട്ടുപോയിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതാണ് നമുക്ക് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മോക്ഷം എന്ന് പറയുന്നത് ആരുടെ മോക്ഷമായിരിക്കും? അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിന് ഇത്രയും കാലമായിട്ട് പരമ്പരാഗതമായി അദ്ദേഹം പറഞ്ഞു വരുന്ന ഈ പ്രോലിറ്റേറിയൻ ദാരിദ്ര്യത്തിലുള്ള മോക്ഷം,
അല്ലെങ്കിൽ പട്ടിണിയിൽ നിന്നുള്ള മോക്ഷം, വ്യക്തിപരമായ വലിയ സമ്പന്നതയിലേക്കുള്ള മോക്ഷം ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ഒക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മോക്ഷം. എന്തായാലും മോക്ഷത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. തിരിച്ചു വന്നാൽ ആദ്യത്തെ വാക്കിൽ അദ്ദേഹത്തിന് എന്താണ് അർത്ഥം? ധർമ്മം എന്ന വാക്ക് സ്ഥാപിക്കാനാണ് ആ ജീവിതമെങ്കിൽ, ഈ 4 വാക്കുകളെ കേന്ദ്രീകരിച്ചാണ് ഇതിഹാസങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ, സാഹിത്യത്തിൽ അതാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ, ധർമ്മം എന്ന വാക്കും പിണറായി വിജയനും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ധർമ്മത്തിലൊരു ബന്ധമുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഈ യുദ്ധത്തിനൊരു ധർമ്മമുണ്ട്. യുദ്ധത്തിൻ്റെ ധർമ്മം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ നീതി എന്ന് പറയുന്നത് സാമാന്യ മനുഷ്യൻ്റെ ജീവിതത്തിലെ ധർമ്മമല്ല, നീതിയല്ല. യുദ്ധത്തിലെ നീതി വെട്ടിപ്പിടിക്കലാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആരായാലും, ബന്ധുക്കളായാലും തൊഴിലാളി വർഗമായാലും സ്വന്തം ഇന്നലെ വരെ തന്നെ താങ്ങി നിന്നവനായാലും അപ്പുറത്തിരിക്കുന്നവൻ്റെ മുഖം നോക്കാതെ അവനെ തകർത്തിട്ട് കൈയടക്കുക, പിടിച്ചടക്കുക. അത് പാർട്ടി ആയാലും പ്രസ്ഥാനമായാലും സംസ്ഥാനമായാലും ഗവൺമെൻറ് ആയാലും പാർട്ടി ആയാലും ഒക്കെ പിടിച്ചടക്കുക എന്ന തന്ത്രം, എന്ത് മാർഗവും കുമാർഗവും സ്വീകരിക്കുക എന്ന ഒരു ധർമ്മമാണ് യുദ്ധത്തിൻ്റെ നീതി എങ്കിൽ അതായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ ധർമ്മം. ആ അർത്ഥത്തിലാണോ ഇദ്ദേഹത്തെ ലെജൻഡ് എന്ന് വിളിക്കുന്നത്? അത് ആ അർത്ഥത്തിലാണോ ഇദ്ദേഹത്തെ ഇതിഹാസം എന്ന് വിളിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹത്തെ ആദരിക്കാനും വാഴ്ത്താനും ആവില്ല, ട്രോളാവാനാണ് സാധ്യത. ഇനി ഇംഗ്ലീഷിൽ ലെജൻഡ് എന്ന അർത്ഥം എടുക്കുമ്പോൾ 2 വാക്കുകൾ ചേർന്നാലാണ് ലെജൻഡ് ഉണ്ടാകുന്നത്. 2 വാക്കുകൾ ഏതാണ്? ഒന്ന് മിത്തിക്കലാണ്, മറ്റൊന്ന് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലാണ്. മിത്തിക്കൽ എന്താണ്? മിത്തിക്കൽ എന്തായാലും അയഥാർത്ഥമാണ്, യാഥാർത്ഥ്യം അല്ലാത്തത്. ഒരു നമുക്ക് വിശ്വസിക്കാനാവാത്ത ജീവിതം ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ സാധ്യമാണോ എന്ന് നമുക്ക് ഓർക്കാനും വിശ്വസിക്കാനും പറ്റാത്ത തരത്തിൽ ജീവിക്കുന്ന ഒരാളെയാണ് നമ്മൾ ലെജൻഡ് എന്ന് വിളിക്കുക. അങ്ങനെ വിളിക്കപ്പെട്ട, അങ്ങനെ പ്രത്യക്ഷത്തിൽ വിളിച്ചില്ലെങ്കിൽ നമുക്ക് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഐൻസ്റ്റൈൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ മജ്ജയും മാംസവുമായി ഇങ്ങനെ ഒരു ജീവിതം ഭൂമിയിൽ സാധ്യമായിരുന്നു, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം വരുന്നു എന്ന് ഗാന്ധിയെക്കുറിച്ച് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര അവിശ്വസനീയമാണ് ഗാന്ധിയുടെ ജീവിതം എന്നതുകൊണ്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ പക്ഷെ ഗാന്ധിയെ പോലും നമ്മൾ ലെജൻഡ് എന്ന് ആരും വിളിച്ചതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അയഥാർത്ഥം, അതുപോലെ സൂപ്പർ നാച്ചുറൽ, അമാനുഷികമായത്, അലൗകികമായത്, സാധാരണ ജീവിതത്തിൽ സാധ്യമല്ലാത്തത്. പിണറായി വിജയൻ്റെ ജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാതരം ദൗർബല്യങ്ങളും ചേർന്ന ഒരു സാധു മനുഷ്യൻ എന്നല്ലാതെ ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ മോഹങ്ങളും വിഭ്രമങ്ങളും ഭീരുത്വവും ഒക്കെ ചേർന്ന, എല്ലാ ദുഷ്ടതകളും കുനിഷ്ടും കുതന്ത്രങ്ങളും ഒക്കെ ചേർന്ന ഒരു സാധു മനുഷ്യൻ എന്നല്ലാതെ അദ്ദേഹത്തെ ആരെങ്കിലും അമാനുഷി എന്ന് വിളിക്കാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കിയിട്ട് ആരും അങ്ങനെ വിളിക്കാറില്ല. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കി ആരും വിളിക്കാറില്ല. അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും അങ്ങനെ പറയാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബഡായി വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ ഇന്ദ്രനെയും ചന്ദ്രനെയും ഞാൻ വകവെക്കില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കളയും. മാത്രമല്ല അദ്ദേഹം പറയും, ഈ ഊരിപ്പിടിച്ച വാളുകൾക്ക് മുമ്പിൽ നടന്നു വന്നവനാണ് ഞാൻ എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പോർമുഖത്തേക്ക് പിണറായി വിജയൻ പോകുന്നത് എങ്ങനെയാണെന്നും അത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ സമരമുഖങ്ങളിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഭീരുത്വത്തിൻ്റെ അളവും ഒക്കെ അദ്ദേഹത്തെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. പലരും ബെർലിൻ കുഞ്ഞനന്ദൻ നായർ തൊട്ടുള്ളവരൊക്കെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും വീട്ടുകാരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഒക്കെ സ്വകാര്യമായിട്ടെങ്കിലും അത് പറയുന്നുണ്ട്. ചിലരൊക്കെ പാണ്ഡ്യാല ഷാജിയെ പോലുള്ളവരൊക്കെ അത് വിളിച്ചും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരാളെ നമ്മൾ ലെജൻഡ് എന്ന് വിളിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ട് ലെജൻഡ്, ഇപ്പോൾ സാഹിത്യ സൃഷ്ടികൾക്ക് ലെജൻഡ് എന്ന് പറയാം, ഇപ്പോൾ രാമായണം മഹാഭാരതത്തെ പോലുള്ള സൃഷ്ടികളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഴുത്തുകാരെ നമുക്ക് കാളിദാസന് ലെജൻഡ് എന്ന് വിളിച്ചാൽ ആരും കുറ്റം പറയില്ല. ഷേക്സ്പിയറെ അങ്ങനെ വിളിച്ചാൽ ആരും കുറ്റപ്പെടുത്തില്ല. നമ്മൾ വാൽമീകിയെയും വേദവ്യാസനെ അങ്ങനെ വിളിച്ചാൽ ആരും കുറ്റപ്പെടുത്താറില്ല. പക്ഷേ ഇപ്പോൾ സാഹിത്യരചനകളിൽ വിളിക്കുന്നത് പോലെയാണോ? സാഹിത്യരചനകളെ അങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ എഴുത്തുകാരെ അങ്ങനെ വിളിക്കാം, വലിയ കുറസോവയെ പോലുള്ള ചലച്ചിത്രകാരന്മാരെ അങ്ങനെ വിളിക്കാം. പക്ഷെ അത്തരത്തിലുള്ള കലാകാരന്മാരെ വിളിക്കുന്നത് അത് അവർക്ക് ഒരു സാധാരണ ജീവിതത്തിന് സാധ്യമല്ലാത്ത തരത്തിലുള്ള രചനകൾ നടത്തിയത്. എന്നിട്ട് പോലും മലയാളത്തിൽ ഇതിഹാസം എന്ന് വിളിക്കുന്ന എഴുത്തുകാരുണ്ടോ? MT വാസുദേവൻ നായർക്ക് വാഴ്ത്തുകാർ ഇഷ്ടംപോലെ മലയാളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും MT ഇതിഹാസം എന്ന് വിളിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ബഷീറിനെ പോലും അങ്ങനെ വിളിക്കാറില്ല. ആലോചിച്ച് നോക്കൂ, വേണമെങ്കിൽ അങ്ങനെ വിളിക്കാവുന്ന ലക്ഷണമൊത്ത ഒരാളാണ് VKN. അദ്ദേഹത്തെ അങ്ങനെ വിളിച്ച് കണ്ടിട്ടില്ല. OV വിജയനെ ഇതിഹാസം എന്ന് വിളിക്കപ്പെടേണ്ട ഒരാളാണ്, പക്ഷേ അദ്ദേഹത്തെ ഒരു പുസ്തകത്തിൻ്റെ പേരിലാണ് അങ്ങനെ വിളിക്കാറുള്ളത്. എന്നാലും ഈ സാഹിത്യത്തിലും അങ്ങനെ മലയാളത്തിൽ പറയാവുന്ന ആരുമില്ല. ഇന്ത്യൻ സാഹിത്യത്തിലും കുറവാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ, നമ്മുടെ പൊതുരംഗത്ത് ആരെങ്കിലും, ഇപ്പോൾ പൊതുജീവിതത്തിൽ ഉണ്ടായിരുന്ന മഹാന്മാരായ നേതാക്കളെ ആരെങ്കിലും ലെജൻഡ് എന്ന് വിളിക്കാറുണ്ടോ? വേണമെങ്കിൽ അപൂർവമായിട്ടെങ്കിലും അങ്ങനെ വിശേഷിപ്പിച്ച് കണ്ടിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ബുദ്ധനെ അങ്ങനെ വിളിക്കാറുണ്ട്. ബുദ്ധൻ എന്ന ലെജൻഡ് എന്ന് വിളിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. വേണമെങ്കിൽ സ്വാമി വിവേകാനന്ദനെ അങ്ങനെ വിളിക്കാറുണ്ട്.
ഗാന്ധിയെപ്പോലും ലെജൻഡ് എന്ന പേര് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആധുനിക ഇന്ത്യയിൽ അങ്ങനെ വിളിക്കപ്പെട്ട ആരെങ്കിലും, ഇപ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? കോൺഗ്രസ് നേതൃത്വത്തിൽ നെഹ്റുവിനെ ആരെങ്കിലും ലെജൻഡ് എന്ന് വിളിക്കാറുണ്ടോ? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെ വിളിക്കണ്ടേ? വലിയ വിപ്ലവകാരികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എം എൻ റോയിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യ സ്ഥാപകനെ ആരെങ്കിലും ലെജൻഡ് എന്ന് വിളിക്കാറുണ്ടോ? ഈ CPIയുടെ പക്ഷത്ത് നിന്ന് ഇപ്പോൾ എസ് എ ഡാങ്കയെ ആരെങ്കിലും അങ്ങനെ വിളിക്കാറുണ്ടോ? വലിയ വലിയ ബുദ്ധിജീവി സുന്ദരയ്യെ, ഇപ്പോൾ അതുല്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവായ സുന്ദരയ്യെ ആരെങ്കിലും ലെജൻഡ് എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇതിഹാസം എന്ന് വിളിച്ചിട്ടുണ്ടോ? കേരളത്തിലേക്ക് വന്നാൽ സഖാവ് എന്നല്ലാതെ കൃഷ്ണപിള്ളയെ ആരെങ്കിലും ലെജൻഡ്, ഇതിഹാസം എന്ന് വിളിച്ചിട്ടുണ്ടോ? EMS വേണമെങ്കിൽ വിളിക്കാൻ ധാരാളം അർഹതയുള്ള ഒരാളല്ലേ സഖാവ് EMS സഖാവ് എന്നല്ലാതെ ആരെങ്കിലും ലെജൻഡ്? EMS പേരിൽ എല്ലാ കൊല്ലവും ഈ ദേശീയ തലത്തിലുള്ള സെമിനാറുകളൊക്കെ നടത്താറുണ്ടല്ലോ പാർട്ടി. എപ്പോഴെങ്കിലും EMS എന്ന ഇതിഹാസം എന്ന് പേര് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. EMS ലോകം എന്നാണ് അവർ സെമിനാറുകൾക്ക് പേര് കൊടുക്കാത്തത്. വേണമെങ്കിൽ ഇതിഹാസം പോലെ മനുഷ്യൻ്റെ മനസ്സിൽ ജീവിക്കുന്ന ഒരു പേരാണല്ലോ AKG ആരെങ്കിലും ഇതിഹാസം എന്ന് വിളിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വേണ്ട. ഇപ്പോൾ മലപ്പുറത്ത് ജീവിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാവുന്ന ഒരാൾ, അങ്ങനെ ഒരു ജീവിതം സഖാവ് കുഞ്ഞാലിയാണ്. സഖാവ് കുഞ്ഞാലിയെ മാക്സിമം വിളിക്കുന്ന പേര് സഖാവ് എന്ന് മാത്രമാണ്. രക്തസാക്ഷി എന്നും വിളിക്കും. അതിനപ്പുറത്ത് എപ്പോഴെങ്കിലും സഖാവ് ഈ ഇതിഹാസം എന്ന് വിളിച്ചിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് പിണറായി വിജയനെ ഇതിഹാസം എന്ന പേരിട്ട് വിളിക്കുക എന്ന ചോദ്യം ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ആ ചോദ്യം ചോദിക്കാൻ അർഹതയുള്ള, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട ഒരുപാട് പേര് ഈ പിണറായി വിജയൻ ഭരണകൂടത്തിൻ്റെ തണൽ പറ്റി ജീവിക്കുന്നുണ്ട്. ആദരപൂർവ്വം പറയട്ടെ, ഈ പ്രസ്താവന വിശദീകരിക്കാൻ ബാധ്യതപ്പെട്ട ഒരാൾ ആദ്യം നമ്മുടെ സച്ചിദാനന്ദൻ മാഷാണ്. സച്ചിദാനന്ദൻ മാഷ് ചിലതിനെയൊക്കെ ചോദ്യം ചെയ്യേണ്ട നേരത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആശാസമരത്തിലൊക്കെ അദ്ദേഹം വ്യക്തമായ സച്ചിദാനന്ദനായി തീർന്നിട്ടുണ്ട്, നിലപാട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ, അദ്ദേഹത്തിന് ഇതിഹാസം എന്താണ് എന്ന് അറിയാവുന്ന ഒരാളെന്ന നിലക്ക് പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഇതിഹാസം എന്ന് വിളിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തിൽ. ഈ വേറൊരാളിപ്പോൾ കലയിലും സംസ്കാരത്തിലും ഒക്കെ അത് മറുപടി പറയാൻ, ഈ നമ്മുടെ സംഗീത നാടക അക്കാദമിയിൽ എനിക്ക് പരിചയമുള്ള ഒരാൾ പ്രിയപ്പെട്ട കരിവള്ളൂർ മുരളിയേട്ടനാണ്. കരിവള്ളൂർ മുരളി പറയുമോ എന്താണ് ഈ പിണറായി വിജയൻ എന്ന മനുഷ്യനെ ഇതിഹാസം എന്ന് വിളിക്കാനുള്ള അർഹത എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. മുരളിയേട്ടൻ പറഞ്ഞു കേൾക്കാൻ ഞങ്ങൾക്കൊക്കെ വലിയ താല്പര്യമുണ്ട്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയിൽ എനിക്ക് പരിചയമുള്ള ആളുകൾ വളരെ കുറവാണ്. അറിയാം, ചലച്ചിത്ര അക്കാദമിയുമായി എപ്പോഴും ബന്ധപ്പെട്ട് യോജിച്ചും വിയോജിച്ചും ഒക്കെ നിൽക്കുന്ന ഒരാൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് GP രാമേന്ദ്രനാണ്. GPക്ക് പറ്റുമെങ്കിൽ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ഈ എന്താണ് പിണറായി വിജയൻ എങ്ങനെയാണ് ഇതിഹാസമാകുന്നത്? ഇതിഹാസത്തിൻ്റെ ക്ലാസിക്കൽ മാനദണ്ഡങ്ങൾ വെച്ച്, അതിൻ്റെ അക്കാഡമിക് ഡെഫിനിഷൻസ് വെച്ചിട്ട് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. എന്നത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ഈ ബഹുമതി കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഈ ബഹുമതി ഈ ആവേശപൂർവ്വം രോമാഞ്ചത്തോടെ തലകുനിച്ച് ഏറ്റുവാങ്ങിയ പിണറായി വിജയൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ടിയെങ്കിലും അത് വിശദീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ CPM വേണ്ടി രാവും പകലും പ്രഭാഷണങ്ങൾ നടത്തി വിയർത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുനിൽ P. ഇളയിടത്തിന് പറ്റുമെങ്കിൽ അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. എന്താണ് ഇതിഹാസങ്ങളെക്കുറിച്ച് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരാളായിരിക്കും അദ്ദേഹം പറയേണ്ടതാണ് സത്യത്തിൽ എപ്പോഴാണ് പിണറായി വിജയൻ ഇതിഹാസമായി തീരുന്നത് എന്ന് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അശോകൻ ചരുവിൽ, ഒരു പക്ഷേ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടതല്ലേ? അദ്ദേഹത്തിന് വിശദീകരിക്കാൻ ബാധ്യസ്ഥനല്ല. ഒരു പക്ഷേ കഥകളിലുണ്ടാക്കിയ സൽപ്പേര് മുഴുവനും രാഷ്ട്രീയ നിലപാട് കൊണ്ട് കളഞ്ഞു കുളിച്ച ഒരാളാണ് അശോകൻ ചരുവിലെന്ന് അദ്ദേഹത്തോട് തന്നെ സ്നേഹപൂർവ്വം എനിക്ക് പറയാൻ തോന്നാറുണ്ട്. അദ്ദേഹം പറയുമോ? അങ്ങനെ ആരോടൊക്കെയാണ് എനിക്ക് ചോദിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ആരോടെങ്കിലും ഒക്കെ അറിയാവുന്നവർ ചോദിച്ചിട്ട് ഒരു ഉത്തരം പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതിഹാസങ്ങൾ നാണിച്ചു പോകുന്നു, ഇതിഹാസങ്ങൾ ലജ്ജിച്ചു പോകുന്നു. തീർച്ചയായിട്ടും ആ പേരിൻ്റെ, ആ നിർവചനത്തിൻ്റെ, ആ മഹാകാശത്തിൻ്റെ 7 അയലത്ത് വരാത്ത ഒരു പേരിനെ, ഒരു ജീവിതത്തെ, ഒരു കഥാപാത്രത്തെ ഇതിഹാസത്തിൻ്റെ നിർവചനത്തിൽ കൊണ്ടുവന്ന് കെട്ടിക്കൊടുത്തവൻ ആരായാലും, അത് എന്ത് രാജഭക്തിയുടെ പേരിലായാലും, അത് ഏതു തരത്തിലുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയായാലും കുറെ കടന്ന കൈയായി പോയി. നമ്മുടെ ഇതിഹാസങ്ങൾ നമ്മളോട് പൊറുക്കട്ടെ. നന്ദി, നമസ്കാരം.